എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്ന് വൻപയർ കറി തയ്യാറാക്കിയാലോ? ഞാനിവിടെ 3/4 കപ്പ് വൻപയർ നന്നായിട്ട് കഴുകിയ ശേഷം തലേദിവസം രാത്രിയിൽ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് അടുത്ത ദിവസം ഒന്നുകൂടി കഴുകിയ ശേഷം കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പ്രഷർ കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിനുള്ളൊരു അരപ്പ് റെഡിയാക്കാം. ഇവിടെ 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു സവാളയുടെ പകുതിയും 4 ഉണക്കമുളകും അത്യാവശ്യം വലുപ്പമുള്ള ഒരു വെളുത്തുള്ളി അല്ലിയും ഒന്ന് ചതച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് ഒരുപാട് അരഞ്ഞു പോകാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ വൻപയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പകുതി വൻപയർ ഞാനൊന്ന് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഒരു സ്റ്റീൽ സ്പൂൺ വെച്ചിട്ടോ ഒരു ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ടോ ഇത് ഉടച്ചെടുക്കാം. ഇവിടെ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയ ശേഷം 1/2 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള സവാളയും വെളുത്തുള്ളിയും അതുപോലെ ആ ഉണക്കമുളകും ചതച്ചതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തിട്ടുള്ളത്. ചെറിയ തീയിൽ വെച്ചിട്ട് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് തേങ്ങയുടെ കൂട്ടാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഈ തേങ്ങയുടെ കൂട്ട് അരച്ചെടുക്കുന്ന സമയത്ത് 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. നല്ലതുപോലെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങയുടെ കൂട്ട് ചേർത്ത് ചെറിയ തീയിൽ വെച്ചിട്ട് 3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വേവിച്ച പയർ ചേർക്കാം. ഞാനിവിടെ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം പയർ നല്ലതുപോലെ ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അടിവശം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഉടച്ച് ചേർക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ സ്റ്റെപ്പ് ഒഴിവാക്കാം. ഒരു 1/4 കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുക. ഉപ്പൊക്കെ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിന് ചേർത്താൽ മതി. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്